എന്നോട് ആദ്യഘട്ടത്തിൽ ഇവിടെ നിന്ന് ചോദിച്ച ചോദ്യം തിരുവനന്തപുരം നഗരസഭയും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പ്രതീക്ഷകൾ എന്ത് എന്ന ചോദ്യമാണ് ചോദിച്ചത്. ആദ്യഘട്ടത്തിൽ ഈ വലിയ വായിൽ വീമ്പ് പറയുന്ന ഒരു ചോദ്യത്തിന് ഉത്തരവില്ലാത്ത നേരത്തെ അദ്ദേഹം എന്നോട് പറഞ്ഞില്ലേ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറഞ്ഞത് ചേട്ടനാണ്. ശബരിമലയെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു വാക്കിൽ മറുപടി പറയാനില്ലാത്തത് എന്തിനെ കുറിച്ചും അതുകൊണ്ട് ബിജെപിയുടെ പ്രതിനിധിയുടെ നെഞ്ചിലേക്കല്ല കയറേണ്ടത്. ഞാൻ പറഞ്ഞോട്ടെ അദ്ദേഹത്തിന്റെ ആവശ്യം നിയമവും ചർച്ച ചെയ്യാം, പെരിങ്ങമലയും ചർച്ച ചെയ്യാം, എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ആവശ്യം ഈ ചർച്ചയിൽ ഒരു വിഷയവും കാതലായ വിഷയങ്ങൾ വരരുത്. കാതലായ ഒരു വിഷയത്തിലേക്കും ബിജെപി പോകരുത്. അതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വാദങ്ങൾ. അദ്ദേഹം ആദ്യം പറഞ്ഞപ്പോൾ തന്നെ അതിന്റെ മറുപടി ഞാൻ പറഞ്ഞതാ. അതിൽ അദ്ദേഹത്തിന് തൃപ്തിപ്പെടാത്തതിന്റെ കാരണം നമ്മളെ അതിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുപോകണം. നമ്മൾ അതിലേക്ക് പോകാനല്ല നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ഇത്രയും കാലം CPM പയറ്റിയിട്ടുള്ള ഈ തന്ത്രത്തിലേക്ക് പോകാൻ ബിജെപി തൽക്കാലം ഉദ്ദേശിച്ചിട്ടില്ല. അത് ഞാൻ സുവ്യക്തമായി പറയുക. നിങ്ങൾ വലിക്കുന്ന ചരടിലേക്ക് ഞങ്ങൾ വരില്ല. ഞങ്ങൾ ഈ നാട്ടിൽ വികസനം ചർച്ച ചെയ്യിപ്പിക്കും. ഞങ്ങൾ ഈ നാട്ടിൽ നിങ്ങളുടെ കെടുകാര്യസ്ഥത ചർച്ച ചെയ്യിപ്പിക്കും. 45 വർഷക്കാലം ഈ നാടിനെ പറഞ്ഞു പറ്റിച്ച ഓരോ വാഗ്ദാനങ്ങളും ഞങ്ങൾ ഈ നാട്ടിൽ ചോദിച്ചുകൊണ്ടേയിരിക്കും. ആ അസഹിഷ്ണുതയിൽ ഇങ്ങനെ വെന്തുരുകിയിട്ട് ഒരു കാര്യവും ഇല്ല. അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചല്ലോ, രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ പരാമർശം ഞാൻ ചോദിച്ചല്ലോ, തെളിവുണ്ടോ? തെളിവില്ല. ഈ ഉന്നയിച്ച ചാനൽ ഉൾപ്പെടെ ആ പറഞ്ഞ ചോദ്യം അദ്ദേഹത്തിന്റെ ഒറ്റ വാർത്താ സമ്മേളനത്തിൽ മടക്കി കെട്ടി പോക്കറ്റിൽ വെച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. ആ പാർട്ടിയാണ്, ആ ചാനലിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എത്ര നിലവാരമാണ് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവും ആ കാര്യങ്ങൾക്ക് കൊടുക്കുന്നത് നമുക്ക് മനസ്സിലായല്ലോ. ഞാൻ താങ്കളെ കുറിച്ച് വ്യക്തിപരമായല്ല താങ്കൾ കേട്ടില്ല. ഞാൻ പറഞ്ഞത് വ്യക്തിപരമായല്ല. ഞാൻ വ്യക്തിപരമായല്ല പറഞ്ഞു. ഇനി ഞാൻ വ്യക്തിപരമായല്ലോ പറഞ്ഞു. ഞാൻ വ്യക്തിപരമായി താങ്കളെ കുറിച്ചല്ലോ പറഞ്ഞു. ഞാൻ പറഞ്ഞ താങ്കൾ എടുക്കുന്ന വിഷയത്തിലെ നിലവാരത്തെ കുറിച്ചാണ്. നിങ്ങൾക്ക് മാത്രമേ വിഷയത്തിലെ നിലവാരത്തെ കുറിച്ചാണ് സംബന്ധിച്ച് പറയാൻ നിഷ്കർഷ മുന്നോട്ട് വെച്ചാൽ നേരത്തെ താങ്കൾ പറയുമ്പോൾ ഞാൻ കേട്ടോണ്ടിരുന്നില്ലേ? ആ മാന്യത താങ്കൾ കാട്ടില്ലേ? അല്ല ഒരു പ്രാവശ്യം ഇടപെട്ടു, ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. രണ്ടാമത്തെ പ്രാവശ്യം ഒരു പ്രാവശ്യം ഇടപെട്ടു, ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. രണ്ടാമത്തെ പ്രാവശ്യം നിർത്തണം. ഞാൻ പറയട്ടെ, ഇദ്ദേഹത്തിന് ഇവിടെ ശബരിമല ചർച്ച ചെയ്യിപ്പിക്കരുത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കട്ടെടുത്ത ആളുകൾ നേരത്തെ പറഞ്ഞല്ലോ CPM എന്ത് നിലപാടാണ്. CPM-ന്റെ കോന്നി MLA ആയിരുന്ന ആളല്ലേ പത്മകുമാർ? തള്ളിപ്പറയാനുണ്ടോ? CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് നേതാവായിരുന്നില്ലേ ഈ പറയുന്ന പത്മകുമാർ? കേന്ദ്രമന്ത്രി ആയിരുന്നില്ലേ രാജീവ് ചന്ദ്രശേഖർ? അയ്യോ പറഞ്ഞോട്ടെ, ഇങ്ങനെ പേടിക്കാതെ CPM എന്തിനാ ഭയക്കുന്നത്? ചോദ്യങ്ങളോട് എന്തിനാ അസഹിഷ്ണുത? നിങ്ങൾ പറഞ്ഞ അതേ വാക്ക് ഞാൻ പറയാം, അസഹിഷ്ണുതപ്പെടാതെ ഇങ്ങനെ പേടിക്കാതെ, ഇങ്ങനെ CPM പേടിക്കാതെ ചോദ്യങ്ങളെ നിങ്ങൾ പേടിക്കാതെ. ചോദ്യങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ചോദ്യങ്ങൾ എന്തിനാ CPM എന്തിനാ ചോദ്യങ്ങളെ പേടിക്കുന്നത്? ഇവിടെ വിഷയം ഇതാണ്. ഒരു സ്ഥലത്ത് അദ്ദേഹം തന്നെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് ചർച്ച ചെയ്യുന്ന ആളിന് അല്ലെങ്കിൽ വിളിച്ചു വരുത്തിയ ആളിനോട് മോശമായി സംസാരിക്കുന്നു. ഇതൊരു ശൈലിയാണ്, ഇതൊരു നയമാണ്. ഈ രീതി നിങ്ങൾ തിരുത്തിയില്ല. കേരളത്തിൽ ബഹുമാനപ്പെട്ട CPM-ന്റെ നേതാവ്, എന്റെ ബഹുമാനപ്പെട്ട CPM-ന്റെ നേതാവ്, എന്റെ ഏറെ ബഹുമാനപ്പെട്ട CPM-ന്റെ നേതാവ് ഞങ്ങളുടെ അവസ്ഥ ഓർത്ത് ഭയപ്പെടേണ്ട. എങ്ങനെയാണോ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും നിങ്ങൾ ഒലിച്ചു പോയത്, അതുപോലെ CPM കേരളത്തിൽ നിന്ന് ഒലിച്ചു പോകുന്നതിനെ കുറിച്ച് ആലോചിച്ച് മാത്രം എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ പാനലിസ്റ്റ് വിഷമിച്ചാൽ മതി. ഇനി ഞങ്ങൾക്ക് ഇതിനകത്ത് പറയാനുള്ളത് വളരെ കൃത്യമായ കാര്യമാണ്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ള രാഷ്ട്രീയ ഞങ്ങൾ കേരളത്തിൽ SDPI-യുടെ മുന്നിൽ പോയി മുട്ടിലഴിഞ്ഞിട്ട് അവിടെ നിന്ന് കിട്ടിയ അപ്പത്തിന്റെ കഷ്ടത്തെ ഓർത്ത് ഇങ്ങനെ സന്തോഷപ്പെടല്ലേ? SDPI-കാരന്റെ ഫ്രണ്ടില് മുട്ടിൽ നിന്നിട്ട്
Yes, നിങ്ങൾ yes, വിവരവും yes. വിദ്യാഭ്യാസവുമുള്ള ജനതയെ പരസ്യമായി പറഞ്ഞല്ലോ. നിങ്ങൾ വിവരവും വിദ്യാഭ്യാസവുമുള്ള അല്ലല്ല CPM ഈ നിയമത്തിൽ ചർച്ച ചെയ്തത് നിയമത്തിൽ അടിയൊഴുക്കിൽ ഞാൻ പറഞ്ഞോട്ടെ. മനസ്സിലായില്ലേ? ആ, ശരി, ചേട്ടൻ ഉള്ള അക്കൗണ്ട് പൂട്ടിയല്ലോ, ചോദ്യം ഉള്ള അക്കൗണ്ട് ചോദ്യം പൂട്ടിയല്ലോ, Yes, yes, പൂട്ടിയല്ലോ, yes, yes. പൂട്ടിയല്ലോ, പറയട്ടെ, പറയട്ടെ, പൂട്ടിയെടുത്താണ് ചർച്ച ചെയ്യുന്നത്. ചോദ്യം കഴിഞ്ഞോ? പിന്നെ ബംഗാളിലോട്ട് ചേട്ടാ, ത്രിപുരയിലോട്ട് ചേട്ടൻ്റെ പോവാം. ചോദ്യം കഴിഞ്ഞോ? ഉള്ള അക്കൗണ്ട് ചേട്ടൻ്റെ ചോദ്യം നിയമത്തിൽ കഴിഞ്ഞോ? പൂട്ടിപ്പോയ സുരേഷ്, ആളുകളാണ്. സുരേഷ്. ചേട്ടൻ്റെ ചോദ്യം കഴിഞ്ഞോ? കൂടുതൽ അങ്ങനെ ചോദ്യം പറയണ്ട. കഴിഞ്ഞോ? ഒരുപാട് ചോദ്യം ചോദ്യങ്ങൾ, കഴിഞ്ഞോ? ഒരുപാട് ഞാൻ- ചോദ്യങ്ങൾ. ഞാൻ- ഞാൻ പറയാം. കൂടുതൽ അങ്ങനെ പറയണ്ട. ഈ- ഇല്ല, ഈ കൺക്ലൂഡ് പറഞ്ഞ ചെയ്യാം, CPM ന്റെ നേതാവിന്റെ നിങ്ങൾ മുഖത്ത് നോക്കിയാണ് ഇവരുടെ നേതാക്കന്മാരുടെ മുഖത്ത് നോക്കിയാണ് SDPI-കാരൻ പറഞ്ഞത് ഞങ്ങളുടെ ഭിക്ഷയാണ് നേമത്ത് ഈ പറയുന്ന പൊതുവിദ്യാഭ്യാസ മന്ത്രി സഖാവ് ശിവൻകുട്ടിയുടെ വിജയം. തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ? തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ? തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ? അപ്പൊ നിങ്ങളുടെ നിലപാട് എന്താണെന്ന് കേരളീയ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. നിങ്ങളുടെ നിലപാട് എന്താണെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. ഇനി ഈ വലിയ ഞാൻ വാദം പറയാം. വർത്താനം ഇനി പറഞ്ഞോട്ടെ കേട്ടോ, പറഞ്ഞോട്ടെ. ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയുമായി ഇങ്ങനെ പേടിക്കാതെ കേട്ടോ. Please. ഇങ്ങനെ പേടിക്കാതെ. Please. ഇങ്ങനെ പേടിക്കാതെ. മിണ്ടാതിരിക്കുന്നേ. പേടിയുടെ കാര്യം. മിണ്ടാതിരിക്കുന്നേ. പറയട്ടെ, നന്ദു, ഇതിലേക്കൊക്കെ ഞാൻ നന്ദു, പറഞ്ഞ് ഞാനും പറയും. നന്ദു, conclude ചെയ്യാം. ഇതിലേക്കൊക്കെ പറഞ്ഞ് ഞാനും Conclude പറയും. ചെയ്യാം, conclude ചെയ്യാം. അല്ല, പേടിക്കാൻ ഒരു ചോദ്യത്തിന് മറുപടി പറയുമ്പോ പേടിക്കുന്നില്ല. മതി, അഡ്വക്കേറ്റ് സുരേഷ്, നിക്കണം ചേട്ടാ. അങ്ങനെ പേടിക്കണം ചേട്ടാ. സുരേഷ് കുമാർ. അങ്ങനെ ഇരിക്കുന്നേ. പരസ്പര വെല്ലുവിളി വേണ്ട. നമുക്ക് ഓഡിയൻസ് ഉണ്ട്. ചേട്ടന്റെ അവസരം പറഞ്ഞോ. Yes, yes. മറുപടി പറയും, മറുപടി പറയും. ജമാഅത്തെ ഇസ്ലാമി സുരേഷ് കുമാർ, സുരേഷ് കുമാർ, ഒരു തിരുവനന്തപുരത്ത് ഞങ്ങൾ റൈസ് ചെയ്യുന്ന പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട വിഷയം ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി ഒരു വിഷയം കൂടി ഞാൻ പറയാം. ഈ നാട്ടിൽ നമ്മുടെ 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള മുതിർന്ന പൗരന്മാരുണ്ട്. ഇവിടെ ഇരിക്കുന്നതിലും പലരും മുതിർന്ന പൗരന്മാരാ. ആ മുതിർന്ന പൗരന്മാർക്ക് ലഭിക്കേണ്ട ന്യായമായ അവകാശം മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും അവർക്ക് ലഭിച്ച ന്യായമായ പൗരാവകാശത്തിന്റെ ഭാഗമായിട്ടുള്ള വയോവന്ദന യോജന എന്തുകൊണ്ടാണ് കേരളത്തിലെ സർക്കാർ ഒപ്പിടാത്തത്? ആ ചോദ്യത്തിന് ഇവിടുത്തെ കേരളത്തിലെ സർക്കാരിന് മറുപടി ഉണ്ടോ? അപ്പോൾ ഇവിടെ വികസന പ്രവർത്തനങ്ങൾ ജൽജീവൻ മിഷൻ 4800 കോടി രൂപ ഇവിടുത്തെ കരാറുകാരന് കൊടുക്കാത്തത് കൊണ്ട് ജൽജീവൻ മിഷൻ ആകെ സ്തംഭിച്ച അവസ്ഥയിലാണ്. ഇവിടെ ഓരോ പദ്ധതികൾ അങ്ങനെ പറയാൻ തുടങ്ങിയാൽ നിരവധിയായ പദ്ധതികൾ. ഗെയിൽ പൈപ്പ് ലൈനിനെ കുറിച്ച് ഇദ്ദേഹം അഭിമാനം കൊണ്ടല്ലോ. ഗെയിൽ പൈപ്പ് ലൈനിനെ കുറിച്ച് ആരാണ് ഗെയിൽ പൈപ്പ് ലൈനിന്റെ പദ്ധതി ആദ്യമായി കേരളത്തിലേക്ക് വരുമ്പോ ഭൂമിക്കടിയിലൂടെ കൊണ്ടുപോകുന്ന ബോംബാണ് എന്ന് പറഞ്ഞ് സമരം ചെയ്ത പാർട്ടിയാണ് CPIM. അല്ലെന്ന് പറയാനുണ്ടോ? അല്ലെന്ന് നിങ്ങളുടെ നേതാവ് നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ കാര്യം അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ കാര്യം അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങളുടെ ബഹുമാനായിട്ടുള്ള വ്യവസായ പിണറായി അംഗീകരിക്കുന്നുണ്ടോ? ആ രാജീവ് അവിടെ സമരസമിതിയുടെ സമരത്തിന് ചെന്ന് നിന്നിട്ട് പറഞ്ഞതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക്. ഭൂമിക്കടിയിലൂടെ ബോംബ് കൊണ്ടുപോകാനുള്ള ഒരു സർക്കാർ നീക്കത്തെ ഞങ്ങൾ നടപ്പിലാക്കില്ല. ആ പറഞ്ഞവൻ നേരത്തെ രാജ്മോഹന്റെ ഭാഷ കടയമെടുത്തു കഴിഞ്ഞാൽ നാറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറുമെന്ന് പറയുന്നത് പോലെ ഇന്നലെ പറഞ്ഞതിനെയൊക്കെ ഇന്ന് മാറ്റി പറയേണ്ട സാഹചര്യത്തിലേക്ക് CPIM എന്ന് പറയുന്ന പാർട്ടി മാറുകയാണ്. അപ്പൊ ഈ ജാള്യത മറച്ചു വെക്കാനാണ് ഇനി വ്യക്തിപരമായിട്ടുള്ള അതിശയം വേണ്ട. പ്ലീസ്. രാജീവിനെ അവനെന്ന് പറയുമ്പോൾ നരേന്ദ്രമോദിയെ ഇവനെന്ന് പറയും. എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ ഒരു മിനിറ്റ്. അതുപോലെ തന്നെയാണ് ഇപ്പുറത്ത് വലതുപക്ഷത്ത് നിൽക്കുന്ന ഈ നാട്ടിലെ കോൺഗ്രസ് എന്ന് പറയുന്ന മുഖ്യ പ്രതിപക്ഷം. ഈ ശബരിമല വിഷയം നടക്കുമ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന മുഖ്യ പ്രതിപക്ഷത്തിന് എന്തായിരുന്നു റോൾ? നിയമസഭ കൂടുന്ന സമയത്ത് കൃത്യമായ വിഷയം പോലും ഉന്നയിക്കാതെ ഇവർ നടത്തിയിട്ടുള്ള കൊള്ളയ്ക്ക് കൂട്ടുനിന്ന കോൺഗ്രസ് അതിന് പുറത്തേക്ക് നിയമസഭ തീർന്നതിന് ശേഷം പുറത്തേക്ക് വന്ന് സമരം ചെയ്യുക. ഇപ്പൊ നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ, രാഹുൽ മാങ്കുട്ടം അടക്കമുള്ള ആളുകൾ ഇവരുടെ സ്ത്രീപക്ഷ നിലപാട് അത് ചർച്ച ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് നിയമം. കാരണം എന്താ അറിയാമോ? ഈ രാഹുൽ മാങ്കുട്ടത്തിന്റെയും അതുപോലെ തന്നെ ഷാഫി പറമ്പലിന്റെയും ഒരു ദല്ലാളനെയാണ് ഇവിടെ കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നം കൊടുത്ത് ഇവിടെ മത്സരിപ്പിക്കാൻ ഇറക്കിയിരിക്കുന്നത്. ഇത് ഇവിടെ നിന്ന് തന്നെ പറയണോന്നേ, ഇത് ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾ പറയും. അപ്പോൾ അങ്ങനെയുള്ള ദല്ലാളന്മാർക്കും ഏജന്റുമാർക്കും സീറ്റ് കൊടുക്കുന്ന പാർട്ടിയാണ് ഞങ്ങൾ ഉപദേശിക്കാൻ വരുന്നത്. ഞങ്ങളൊരു കാര്യം പറയാം, ഞങ്ങൾ കൃത്യമായി തെരുവോരങ്ങളിൽ ബൂത്ത് തലങ്ങളിൽ സാധാരണക്കാരുടെ വീടുകളിൽ ചെന്നിരുന്ന് വികസിത കേരളത്തെയും വികസിത അനന്തപുരിയെയും കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യും. അവരുടെ വോട്ട് ഞങ്ങൾ വാങ്ങും. ഞങ്ങൾ അവരുടെ കൂടെ പങ്കാളിത്തത്തോടുകൂടി ഈ നഗരസഭയും അതുപോലെ തന്നെ ഒട്ടേറെ പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും BJPക്ക് അനുകൂലമായി ചിന്തിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ മാസം നടക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും